ക്യാമറ അവിടെ വാങ്ങിച്ചു കേട്ടോ. കഷ്ടകാലം ഞാൻ കൈ പിടിച്ചിങ്ങനെ വരുമായിരുന്നു. குளிர் எந்த நேரம் இருக்கும். வெயில் காலம் வந்துச்சுன்னா நல்லா இருக்கும். நமக்கு நல்லா இருக்கும். சித்திரை மாதம். എന്നാ ശരി പോട്ടെ. താങ്ക്സ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി ഒരു അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. അതായത് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം ഹങ്കർ ഫോർട്ട് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ മഴയായിട്ട് ഇങ്ങനെ കയറി നിൽക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ ഒന്ന് കെട്ടിപ്പൂട്ടി ഇറങ്ങണം കേട്ടോ. കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങണം. അപ്പോൾ വീഡിയോ ക്യാമറ വെക്കാൻ ചാൻസ് കുറവാട്ടോ, നല്ല മഴയുണ്ട്. മഴ കുറവാണെങ്കിൽ ഞാൻ കയറ്റി വെക്കാം, അല്ലെങ്കിൽ നോർമലി അവിടെ എത്തിയിട്ട് ഞാൻ സെറ്റ് ചെയ്തോളാം. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് പെട്ടെന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നിലായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പോയാൽ എങ്ങനെ ക്ലൈമറ്റ് എങ്ങനെ? இதே மைட்டா இருக்கும். ഫുൾ കോടാ. இது மிஸ்ட் இப்போ மூடி இருக்கு. ഇങ്ങ ഇവിടെ இதை விட மாசம் நல்லா பாருங்க. எப்பதான் നിങ്ങളുടെ നാട് கொஞ்ச நேரத்தில் നിങ്ങളുടെ വീട് എവിടെ? നിങ്ങളെ വീട്? எங்க வீடா? எங்க வீடு இந்த இருக்கு. ஓ, இந்த ஷெட்டு தான். ഫുൾ ടൈം കൂൾ. குளிர் எந்த நேரம் இருக்கும். மழை முடிஞ்சுன்னா வெயில் காலம் வந்துச்சுன்னா நல்லா இருக்கும். நமக்கு நல்லா இருக்கும். சித்திரை மாதம் ஆடி மாதம் ரொம்ப நல்லா இருக்கும். பாலக்காடா? இல்லை, மலைப்புறம். நான் பாலக்காட்டுக்குள்ள வந்திருக்கேன். ராஜேட்டான்ட்டு ஒருத்தர் டீ கடை வச்சிருக்காரு. அவங்க வீட்டுக்கு, அவங்க தங்கச்சி கல்யாணத்துக்கு, அக்கா பொண்ணு கல்யாணத்துக்கெல்லாம் அவங்க வீட்டுக்கு போய்க்கணும். 2-3 பேர் போன மாதம் கூட போயிட்டு இருந்தோம். நல்லா பழகிட்டார் அவர். குடும்பமே என் குடும்பம் மாதிரி வச்சுருப்பாங்க. நல்ல பசங்க. குன்னூர் பஸ் ஸ்டாண்டில் அந்த பாத்ரூம் பக்கத்தில் இருக்கும் அவருக்கு டீ கடை. ராஜேட்டா அவர் மட்டும் அன்பி மணி. എന്നാ ശരി പോട്ടെ. தேங்க்யூ. இது போயிட்டு ஒரே 1 கிலோமீட்டர் போயிட்டு பார்த்துட்டு திருப்பி வந்து டால் நோக்கி இதுலேருந்து 5 തിരിച്ചു വരുമ്പോൾ വരാം. തിരിച്ചു വരുമ്പോളേ വരാം. போயிட்டு ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ ക്യാമറ അവിടെ വാങ്ങിച്ചു കേട്ടോ. കഷ്ടകാലം ഞാൻ കൈ പിടിച്ചിങ്ങനെ വരുമായിരുന്നു. ഇൻസ്റ്റ ഒന്നാമത് ഗോപ്രോ ഇടുന്ന പോലെ ബാഗിൽ ഇടാറില്ല.
അതിങ്ങനെ പിടിക്കണം, അതിൻ്റെ രണ്ട് സൈഡിലും ലെൻസുള്ള കാരണം അത് കൈ പിടിക്കാറാണ് പതിവ്. അതവിടെ പിടിച്ചു വെച്ചു. ഇനി പോവാൻ തന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ മുകളിൽ നിന്ന് മറ്റേ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റെപ്പ് കയറുന്നതായിട്ടാണ്. അപ്പോൾ നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഹംഗർ ഫോർട്ട് പോകാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻട്രോ എടുത്തപ്പോഴും അങ്ങനെ ആയിരിക്കും പറഞ്ഞേ. കുഴങ്ങ കേട്ടോ. പക്ഷെ നമ്മൾ ഹംഗർ ഫോർട്ട് അടുത്താണ് പോകുന്നത്. അതായത് ഈ ഒരു സൈഡ് ഡോൾഫിൻ ഹൗസ്, അതുപോലെ ഇത് ലാംസ് റോക്ക് എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. മറ്റേ ഹംഗർ ഫോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന സ്പോട്ടിലാണ്, അതായത് നമുക്ക് പോകേണ്ട റൂട്ടിലാണ് നാട്ടിൽ പോകുമ്പോൾ. അപ്പോൾ അത് പോകുമ്പം പിടിക്കാം എന്ന് കാര്യം. കുഴങ്ങി കിട്ടുമോ, ഭയങ്കര കുഴക്ക്. കയറ്റം കയറുന്നതുകൊണ്ടാണ്, കുഴപ്പമില്ല, നമുക്ക് പയ്യെ മുകളിലോട്ട് കയറിയേക്കാം. അപ്പോൾ ഇവിടെ നിന്ന് 5 മിനിറ്റ് നടന്നാൽ വ്യൂ പോയിൻ്റ് എത്തുമെന്ന് പറഞ്ഞു. വ്യൂ പോയിൻ്റ് ഇത് ഇപ്പം തന്നെ എത്തിയിട്ടുണ്ട്. അമ്പാ 80 റുപ്പീസ് ചാർജ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വലിയ ടിക്കറ്റൊക്കെയാണ്. ഇതേ കണ്ടോ, ലാംസ് റോക്ക് 30 റുപ്പീസ് ഒരാൾ. അയ്യോ സംഭവം നൈസാട്ടോ ലാംസ് റോക്ക്. ആഹാ കൊള്ളാലോ. വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിക്ക്. ഓ ഇതിൽ കോട, പക്ഷേ കോട കുറവാട്ടോ. നോർമലി ഈ ഒരു പോർഷനൊക്കെ കോട മൂടി കിടക്കുന്ന ഒരു സംഭവമായിരുന്നു സാധാരണ. അങ്ങനെയാണ് വീഡിയോയിലൊക്കെ കണ്ടത് കേട്ടോ. ഇത് ശരിക്കും മറ്റേ എന്താ പറയുക, ഗുണാക്കേവില്ലേ, ഗുണാക്കേവിൻ്റെ താഴെയുള്ള ഒരു കല്ലൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള സംഭവം കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ട് അടിപൊളി സ്പോട്ട്. ഇപ്പോൾ അവിടെ കവേഡായതാട്ടോ, മേഘം കൊണ്ട് കവേഡായതാണ്. അങ്ങനെ നല്ലായിരുന്നു നേരത്തെ നോക്കിയ സമയത്ത്. പിന്നെ നമുക്കിങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നു നോക്കാം. അതുപോലെ കുറച്ച് മുകളിലോട്ടും ഒന്ന് കയറി നോക്കാം കേട്ടോ, എന്താ പാടെന്ന്. ഓക്കെ ബൈ ബൈ പോലോ ബൈ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോട്ടെ. ഇവിടെ നിന്ന് കിടിലം വ്യൂ അടിക്കും. കിടിലം വ്യൂ, അടിപൊളി വ്യൂ. കോടങ്ങ മാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവം. ഞാൻ പോലോ രാജ്ധർ ലൊക്കേഷൻ മുംബൈ. ഓ ബൈ ഗൈസ്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് പരിചയപ്പെട്ടോ, മുംബൈയിൽ നിന്നുള്ളതാണ് ആള്. അപ്പം നമ്മുടെ കൂടെ ഇവിടെ എന്താ പറയുക, സോളോ ആയിട്ട്, അതായത് ഞാനും സോളോ ആളും സോളോ. അപ്പം ഇനി ഞാൻ ഇവിടെ നിന്ന് പോവാണ്. അപ്പം ഇനിയെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ലൊക്കേഷൻ കൂടെ പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇരുട്ട് മുമ്പ് അവിടെ കൂടെ പോകണം. അവിടെ ആണെങ്കിൽ ഇവിടുന്ന് അത്യാവശ്യം ഓടാനുണ്ട്. 25 to 35 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ടുണ്ടോ. ആ ഒരു ലൊക്കേഷൻ മിസ് ചെയ്യാണ്ടൊക്കെ ശ്രമിക്കണം മാക്സിമം. ഒരു കിടിലൻ ലൊക്കേഷൻ കേട്ടോ. അപ്പം ആ ഒരു ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യമൊക്കെ ചിലപ്പോൾ ഈ ഒരു വീഡിയോയിലായിരിക്കും കേട്ടോ. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ചിലപ്പം ഈ ഒരു വീഡിയോ തന്നെ ആവും, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടൊന്നുമില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നോക്കിക്കോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ താഴെത്തുന്നവരെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വണ്ടിയുടെ അടുത്ത് വരെ കാണിക്കാം കേട്ടോ. സ്ഥലം അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ കിട്ടില്ല ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയ, ഈ ഒരു ആംബിയൻസ് ഒക്കെ നോക്കിക്കേ ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് പോയി അതിന് എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ Insta360 അവിടെ കേട്ടോ ഗൈസ്. അങ്ങനെ ദേ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോകട്ടോ. അപ്പം ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ആ ഒരു സംഭവം. അവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഒരു എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു തേയില പ്ലാന്റേഷൻ.